എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓഫീസിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ചോറും കറികളൊക്കെ പാത്രത്തിലാക്കുകയാണ്. ഇന്നലെ രാത്രി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കുറച്ച് വെളുത്തുള്ളിച്ചാറ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വേറെ കറികളൊന്നുമില്ല. ഇന്നലെ ദോശയുടെ കൂടെ ഉണ്ടാക്കിയാണ് സാമ്പാർ. പിന്നെ ഇന്നലെ രാത്രി ലുലുവിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു, നേന്ത്രപ്പഴം. അപ്പോൾ ഇന്നലെ രാത്രി പുഴുങ്ങി വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ കഴിക്കുകയും ചെയ്യാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. വീട്ടിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നൂലപ്പം, ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്നതൊക്കെ നാട്ടിൽ തീരെ കഴിക്കാത്ത ഐറ്റമാണ്. പിന്നെ ഇവിടെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വല്ലപ്പോഴൊക്കെ കഴിക്കും. രാവിലെ 7 മണിയാകുമ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങും. ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ട്. 8 മണിക്കാണ് വർക്കിംഗ് ടൈം. അപ്പോൾ ഇവിടുന്ന് 7 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് എത്തുള്ളൂ. മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ 2 വട്ടം മെട്രോ മാറിക്കയറണം. പിന്നെ കുറച്ച് നടക്കാനായിട്ടുണ്ട്. പിന്നെ കുറച്ച് ട്രാഫിക്കില്ലാണ്ട് എത്താം. മെട്രോയിൽ പോകുമ്പോൾ സുഖമാണ്. ഞാൻ ആ പൂച്ചക്കുട്ടീനെ നോക്കുമായിരുന്നു. രാവിലെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെ ഫുഡൊക്കെ ഇരിക്കുന്നുണ്ട്, ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കി. പൂച്ചനെയും പൂച്ചക്കുട്ടീനൊന്നും കാണുന്നില്ല. ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വരും എല്ലാം കൂടിയിട്ട്. ഇപ്പം ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റോളം മെട്രോയിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഓണാശംസകൾ പറയാൻ വിട്ടുപോയതാണ്. ഇന്നിപ്പോൾ ഓണാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ റൂമിൽ ഫുഡ് ഉണ്ടാവും. സാധാരണ ഓണാകുമ്പോൾ ഇക്കാടെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് ഫുഡ് കൊണ്ടുവരും. ആൾക്ക് പരിചയമുള്ളൊരു ഹോട്ടലുണ്ട്, ഇവിടുത്തെ കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹോട്ടലാണ്. നല്ല പ്രീമിയം ഫുഡാണ് അവിടെ. അപ്പോൾ അത് അവിടെ നിന്ന് കൊണ്ടുവരാറുണ്ട് ഓണത്തിനൊക്കെ. അപ്പോൾ അത് വന്നിട്ട് കഴിക്കണമെന്ന ചിന്തയിലാണ് കേട്ടോ പോകുന്നത്. നല്ല പ്രീമിയം ഫുഡ് ആയതുകൊണ്ട് തന്നെ 2-3 തരം പായസമൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ പോയി വന്നിട്ട് അത് കഴിക്കണം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ ഓഫീസിലോട്ട് പോകുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് സാമ്പാറും കൂട്ടി ചോറ് കഴിക്കണം. അത് രാവിലെ തന്നെ തലക്ക് മീത് സൂര്യൻ ഉദിച്ച് നിൽക്കാന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ കാണുന്നത്. ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. ശരിക്കും ഇവിടെ ചൂട് കുറയുന്നൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അത് രാവിലെ 7 മണി ആയിട്ടുള്ളൂ. 10 മിനിറ്റ് നടന്നാൽ തന്നെ നമുക്ക് മതിയാവും, അത്രക്കും ചൂടാണ്. അങ്ങനെ മെട്രോയിലെത്തിട്ടോ. 7:15 ഇവിടെ എത്തുമ്പോൾ. ഇനി ഇവിടുന്ന് മെട്രോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഷേരിബിൽ പോയിട്ട് ഇറങ്ങണം. അവിടെ ഒരു സ്റ്റോപ്പുണ്ട്. പിന്നെ അവിടെ നിന്ന് അടുത്ത മെട്രോയിൽ കയറിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൻ്റെ അടുത്തേക്ക് എത്തും. ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ കുറേ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതുപോലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവും ഓണായിട്ടുണ്ടെങ്കിൽ. എല്ലാവരും കൂടി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. അതിൻ്റെ ബില്ലൊക്കെ കമ്പനി പേ ചെയ്യും കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഫുൾ അറബ്സാണ്, അവർക്ക് ഓണം എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അതായത് ഞങ്ങൾ ഓഫീസിന് അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണിത്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിലോട്ട് നടന്നു പോകാൻ പറ്റും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം പിടിക്കും. പക്ഷേ നടന്നു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ ഇവിടെ ഒരു സർവീസ് ഉണ്ട്, നമുക്ക് ഫ്രീ സർവീസ് ഉണ്ട്. കാറോ ബസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. അത് നമുക്ക് ഇവിടെ ആപ്പ് ഉണ്ട്. അതിലിവിടെ എത്തിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറോ അല്ലെങ്കിൽ ബസ്സോ വരും. ഈ സമയത്ത് ആളുകൾ കുറവായിരിക്കും. ഒരു 8 മണി ആവാറാകുമ്പോഴാണ് കൂടുതൽ ആൾക്കാരും വരാറ്. ഓഫീസ് ടൈം എപ്പോഴും 8 മണി ആയതുകൊണ്ട് 7:45 ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് തന്നെ ഒരു 7:30 കഴിയുമ്പോൾ എത്തും. അപ്പോൾ വണ്ടി വിളിച്ച് കഴിഞ്ഞാൽ 5-10 മിനിറ്റിനുള്ളിൽ വണ്ടി വരും. പിന്നെ അധികം യാത്രക്കാരൊന്നും ഉണ്ടാവില്ല, 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് 6-7 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റൂമിൽ നിന്ന് 7 മണിയാകുമ്പോൾ ഇറങ്ങും. അപ്പോൾ AC ആണ്, വളരെ പെട്ടെന്ന് തന്നെ വണ്ടിയും കിട്ടും, തിരക്കും ഉണ്ടാവില്ല. പെട്ടെന്ന് ഓഫീസിലെത്തും. 8 മണിക്ക് മുമ്പ് തന്നെ ഓഫീസിലെത്തും കേട്ടോ. അപ്പോൾ ഇത് മെട്രോ സ്റ്റേഷൻ്റെ ബാക്കിലൂടെ ഓഫീസിലോട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തും. പിന്നെ ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ കുറേ പച്ചപ്പൊക്കെ കാണാണ്ട്, കുറേ പുല്ലും കാര്യങ്ങളൊക്കെ. ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പാണ്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ചൂടാണ്, അതാണ് നമുക്ക് തീരെ പറ്റാത്തത്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. പിന്നെ ഈ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പുതിയ കമ്പനിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ വീഡിയോ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഡ്യൂട്ടിയുള്ള സമയത്തൊന്നും ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ ഇങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഓഫീസെത്തി. ഇനി ഓഫീസിൽ കയറിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനോ ഫുഡ് കഴിക്കാനത് കാണിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം ഇറങ്ങുമ്പോൾ ഒരു 5:30 കഴിയും. ഇപ്പോൾ കുറേ ദിവസമൊക്കെ ആയിട്ട് 8 മണി വരെയൊക്കെ ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. ഓവർ ടൈമാണ്. കൂടുതൽ പ്രൊജക്റ്റ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഇരുന്നിട്ടൊക്കെയാണ് ഇറങ്ങാറ്. ഇപ്പോൾ കുറച്ച് ഇന്നലെ മുതൽ ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങാറുണ്ട്. 5:30 വരെയാണ് ഓഫീസ് ടൈം. ഇനി ബാക്കി നമുക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയാം. അങ്ങനെ ഏകദേശം ഒരു 5:30-6 മണിയായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാണ്. പെട്രോളിൽ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ നേരെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വെച്ചിട്ട് കയറിയതാണ്. അപ്പോഴേക്കും വേറൊരാൾ വന്നിരുന്നു. പക്ഷെ എൻ്റെ ചിന്ത അതൊന്നല്ലായിരുന്നു. ഇന്ന് സദ്യ ഉണ്ടല്ലോ, അതിലായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ റൂമിലെത്തിയിട്ട് വേണം സദ്യ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഇന്ന് ഫുഡ് കിട്ടിയിട്ടില്ല, ഫുഡ് തികഞ്ഞില്ല അത്രേ. അപ്പോൾ നമുക്ക് കിട്ടിയില്ല. ഇനി റൂമിലെത്തിയപ്പോൾ നേരെ അവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് സാൻഡ്വിച്ച്, എഗ്ഗ് വെച്ചിട്ട്
പിന്നെ അതുപോലെ തന്നെ പാൽച്ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൽക്കാലം നല്ല വിഷമത്തോടെ ആ സാൻഡ്വിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി എന്തായാലും സദ്യ ഉണ്ടാക്കാനും എളുപ്പമല്ല, മേടിക്കാനാണെങ്കിലും കിട്ടിയില്ല, രാത്രിയായല്ലോ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള ചിന്തയിൽ വിചാരിച്ചു സദ്യ ഉണ്ടാക്കാനൊന്നും പറ്റില്ല, എങ്കിലും കുറച്ച് അവിയൽ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ അവിയലും പിന്നെ അതുപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മീൻ എന്തെങ്കിലും കാര്യങ്ങൾ, ഓണായെങ്കിലും മീൻ മേടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഷോപ്പിൽ പോയി നോക്കി വയ്ക്കി വല്ല മീൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്ന്. അപ്പോൾ ചെറിയൊരു അറിക്കിരിക്കണം കണ്ടു കേട്ടോ. ഫ്രഷ് ആയിരുന്നു, വേറെ മീനൊന്നും നമുക്ക് കഴിക്കണ മീനല്ല, വേറെ പുഴ മീനൊക്കെയാണ്. അപ്പോൾ കുറച്ച് അറിക്ക വാങ്ങി. പിന്നെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയും വാങ്ങിയിരുന്നു. അങ്ങനെ എല്ലാ പച്ചക്കറിയും കൂടി അരിഞ്ഞിട്ട് അവിയൽ ഉണ്ടാക്കാൻ പോവാം. നല്ല വിഷമമുണ്ട് കേട്ടോ, നല്ല വിഷമത്തോട് കൂടിയാണ് ഡബ് ചെയ്യുന്നത് പോലും. അങ്ങനെ അവിയൽ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ രാത്രി ചോറ് കഴിക്കാറില്ല, ഇന്നെന്തായാലും സദ്യ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ചോറ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറി വെക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വറുക്കാനും വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറിയ അരിക്കാണെങ്കിൽ നല്ല ഫ്രഷാണ്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ മീൻ കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. കലത്തിലാണ് മീൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ മീൻ വറുത്തിട്ടുണ്ട്, പിന്നെ മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറും എല്ലാം നല്ല ചൂടോടെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചു തുടങ്ങിയാലും അധികം സമയമൊന്നുമില്ല, ഏകദേശം 9:10 മണി ആവാനായിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡ്രസ്സ് അയൺ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് പോകേണ്ടതാണ്. അപ്പോൾ ചൂടൊന്നും ആറാനുള്ള ക്ഷമയില്ല. ഒരു പ്ലേറ്റിലോട്ട് ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അവിയലും പിന്നെ കുറച്ച് മീൻ കറിയും കൂടിയിട്ട് ഒഴിക്കാം കേട്ടോ. നല്ല ചൂടോടെ തന്നെ ഒഴിക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളിച്ചാർ എടുത്തിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ആ മീൻ വറുത്തിയെന്ന് 1-2 പീസ് എടുക്കാം. സംഭവം അടിപൊളിയല്ലേ, മീൻ വറുത്തതും അവിയലും മീൻ കറിയും. പിന്നെ പപ്പടവും കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി കഴിച്ചു തുടങ്ങിയാലോ. ആദ്യം മീൻ കറി ചോറും കൂടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് അവിയലും എടുക്കാം കേട്ടോ. കുറച്ച് അവിയലും പിന്നെ മീൻ കറി വെച്ചിരുന്നൊരു പീസ് എടുത്തിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചു നോക്കാം. സംഭവം നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. നല്ലപോലെ കുഴച്ചിട്ട് കഴിക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കറി ഒരു രക്ഷയില്ല. മീൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊളിയാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ആ മീൻ വറുത്ത് കൂട്ടിയിട്ട് കഴിച്ചാലോ. ആ മീൻ വറുത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് കുറച്ച് അവിയലും പിന്നെ മീൻചാറും എല്ലാം കൂടി കുഴച്ചിട്ട് കുറച്ച് അച്ചാറും കൊടുക്കാം കേട്ടോ. എല്ലാം കൂട്ടി കുഴച്ചൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എന്തായിരുന്നു ഫുഡ്? എല്ലാവരും സദ്യയൊക്കെ ആയിരുന്നു കഴിച്ചത്? അപ്പോൾ ഇതുപോലെ പാവം പ്രവാസികളുണ്ടോ സദ്യ കിട്ടാതെ, അല്ലെങ്കിൽ സദ്യ കഴിക്കാത്ത പ്രവാസികൾ? അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഫുഡെന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് പ്രവാസികൾ എല്ലാവരും സദ്യ കഴിച്ചെന്നോ അല്ലെങ്കിൽ അവരെന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.